ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വൈകുന്നേര സമയം നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇങ്ങനൊരു സാവകാശം തന്നതെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി ഇരുന്നു എങ്കിലും ഇത്രയും പേർക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മളോട് കരുണ കാണിച്ചതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ ആഴ്ചയും ഇവിടെ നടക്കുന്ന ബൈബിൾ സ്റ്റഡി വളരെ അനുഗ്രഹമായിട്ട് നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നു. ട്രിവാൻഡ്രം ബ്രദറൻ ഫെലോഷിപ്പിൻ്റെ ഈ മീറ്റിങ്ങിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു. കടന്നു വരുന്നവർക്കും അത് വളരെ ആശ്വാസത്തിനും സമാധാനത്തിനും ഇടയാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കൂടുതൽ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. ഈ സായങ്കാല വേളയിൽ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ വിരുദനഗറിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്തൃദാസൻ സിംഗരാജ് വിക്ടർ അവർകളാണ് നമ്മളോട് ഇന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. പ്രിയ സഹോദരനെ ഒരു വാക്കിൽ പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ രക്ഷിക്കപ്പെടുവാനും വിശ്വാസി ആകുവാനും മാത്രമല്ല ദൈവവേലയിൽ എൻ്റെ ഓർമ്മയനുസരിച്ച് ഒരു 50-60 വർഷം കർത്താവിൻ്റെ വേല താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേക ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം പ്രിയ കർത്തൃദാസനെ ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നു. ജന്മനാൽ തനിക്ക് കാഴ്ച ഇല്ലെങ്കിലും ദൈവം കൊടുത്തിരിക്കുന്ന ആ കാഴ്ച, ആ വെളിച്ചം തൻ്റെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. ഒരു പ്രാവശ്യം തന്നെ പരിചയപ്പെടുന്ന എല്ലാവരെയും തന്നെ സംസാരത്തിൽ നിന്നും കൈപിടിച്ച് നോക്കുമ്പോൾ തന്നെ ഇന്ന സഹോദരനാണെന്ന് പറയാനുള്ള കഴിവും ദൈവം പ്രിയ സഹോദരന് കൊടുത്തിട്ടുണ്ട്. ഈ മീറ്റിങ്ങിലേക്ക് ഇന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം പ്രിയ കർത്തൃദാസനെ കൊണ്ടുവന്നത് ഓർത്ത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല പ്രിയ കർത്തൃദാസൻ്റെ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കർത്താവിൻ്റെ ദാസൻ ജെയിംസ് വർഗീസ് അവർകളാണ്. പ്രിയ സഹോദരനെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. മനോഹരമായ പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം സഹോദരൻ സന്തോഷ് മാത്യു നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ പ്രിയമകൾ ഫേബയുണ്ട്, പ്രിയമകൾ അക്സയുണ്ട്. ഈ 2 സഹോദരിമാരും പുല്ലാനിവിളയിലുള്ള പ്രിയ കുഞ്ഞുങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ മിനിസ്ട്രിയെ സഹായിക്കുവാൻ വേണ്ടി വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഒരുമിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മീറ്റിംഗ് തുടങ്ങുവാൻ വേണ്ടി പ്രിയ കർത്തൃദാസൻ തോമസ് എബ്രഹാം അറ്റ്ലാന്റ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ നാമം ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ കരുണയ്ക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അതുപോലെ കർത്താവെ, ഈ ഞായറാഴ്ച വൈകുന്നേരവും ട്രിവാൻഡ്രം ബ്രദറൻ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ച് കൂടി വരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. ഈ പ്രവർത്തനത്തെ തുടർമാനമായിട്ട് ഇങ്ങനെ നയിക്കുവാൻ തക്കവണ്ണം പ്രേരണ നൽകിയിരിക്കുന്ന നിൻ്റെ ദാസന്മാർക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്നും ഞങ്ങൾ തിരുസന്നിധിയിൽ കൂടിയിരിക്കുമ്പോൾ നിൻ്റെ വിലയേറിയ വചനം കേട്ട് ഞങ്ങൾക്ക് ആത്മീയ പ്രചോദനം ഉണ്ടാകുവാൻ, ആത്മീയ അനുഗ്രഹം വർദ്ധിപ്പാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന നിൻ്റെ ദാസനായ പ്രിയ ബ്രദർ സിംഗരാജ് വിക്ടറിനെ പ്രത്യേകാൽ തൃക്കരങ്ങളിൽ തരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ, നിൻ്റെ ദാസനെ നീ തൻ്റെ ബലഹീനതയിലും അതിനുപരിയായി നീ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ബലഹീനതയിൽ കർത്താവിൻ്റെ കൃപ ധാരാളമായി പകർന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ദയയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എളിയവരായ ഞങ്ങൾക്കും കർത്താവിൻ്റെ കൃപ നൽകി ഞങ്ങളെയും ഈ ഭൂമിയിൽ
നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ഇന്ന് കൂടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കേണ്ടതിനും ദൈവവചനത്തിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ലഭിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകനെ അവിടുത്തെ കരങ്ങൾ പരിമേൽപ്പിക്കുന്നു. ശക്തിപ്പെടുത്തണം, ആത്മാവിൽ നിറയ്ക്കണം. ദൈവവചനം അതിൻ്റെ ശക്തിയോടുകൂടി പ്രസ്താവിപ്പാൻ തക്കവണ്ണം ആവശ്യമായ കൃപ നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന കർത്തൃദാസിനെയും അവിടുത്തെ കരങ്ങൾ പരിമേൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ നൽകി സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ നാമം ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തുവാൻ ഇന്ന് വൈകുന്നേരത്തെ അവിടുന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ രക്ഷിതാവും ദൈവവുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എളിയവർ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ലോകത്ത് മാറ്റമില്ലാത്ത എന്നും എന്നും നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് വലിയവനായ നമ്മുടെ ദൈവം. മറന്നു പോകുന്ന ഒരു ലോകത്തിലും കൂടെയാണ് നാം ജീവിക്കുന്നത്. നമ്മെ ഓർക്കാൻ ഒരു പക്ഷേ ആരുമില്ല എന്ന് തോന്നുന്ന, മറ്റുള്ളവർ നമ്മെ മറന്നു കളഞ്ഞോ എന്ന് തോന്നാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. മാറില്ലവൻ മറക്കില്ലവൻ എന്ന് തുടങ്ങുന്ന ഒരു ക്രിസ്തീയ ഗാനം പുല്ല എന്നുള്ള സഭയിലെ അക്സ നമുക്ക് വേണ്ടി ഇപ്പോഴും ആലപിക്കുന്നതാണ്. മാറില്ലവൻ
വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ് മനുഷ്യകുലമെല്ലാം. ദൈവമുമ്പാകെ നമ്മൾ എത്ര വലിയ അയോഗ്യരും കുറ്റക്കാരുമായിരിക്കെ ദൈവത്തിൻ്റെ കടുത്ത ശിക്ഷയും ന്യായവിധിയും മാത്രം അർഹിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ഈ കർത്താവിൻ്റെ സ്നേഹം 1% പോലും പിടിച്ചു പറ്റുവാൻ ഒരു യോഗ്യതയും അർഹതയും നമുക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും കർത്താവ് നമ്മെ സ്നേഹിച്ചു. കർത്താവ് എത്രത്തോളം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത് ഇന്ന് പകൽ സമയം വിവിധ സ്ഥലം സഭകളിൽ കൂടി നാം ഓർത്ത ഒരു യാഥാർത്ഥ്യമാണ്. ക്രൂശിലെ മരണത്തോളം അവൻ നമ്മെ സ്നേഹിച്ചു. പ്രാണൻ തന്ന് നമ്മെ സ്നേഹിച്ചു. ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ചു. ഈ ദൈവസ്നേഹത്തെ മനസ്സിലാക്കിയ ഒരു ഭക്തൻ ഇങ്ങനെ ചോദിച്ചു പാടുകയാണ്, ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. ഈ ആശയം വരുന്നൊരു ഗാനം ഇപ്പോൾ നമുക്ക് പാടിക്കേൾക്കാം. പുല്ലാന്തിവിള സഭയിലെ ഫേബ ജോയ് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. എന്നെ സ്നേഹിച്ചു
ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ള ധാരാളം നന്മകളുണ്ട്. അതെല്ലാം എണ്ണി എണ്ണി ഓർത്ത് നാം ദൈവത്തോട് നന്ദി പറയുവാൻ ബാധ്യസ്ഥരാണല്ലോ. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ നന്മ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഏറ്റവും വലിയ ദാനം എന്താണ്? തൻ്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞത് പറഞ്ഞു തീരാത്ത ദാനം എന്നാണ്. ആ ദാനം ലഭിച്ചവരാണ് നാം. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള അനവധി നന്മകൾ അനുഭവിക്കുന്നവരാണ് നാം. ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയോളം ആ നന്മ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്ന് തുടങ്ങുന്ന ഒരു ഗാനം കൂടെ നമുക്ക് പാടിക്കേൾക്കാം. കൊട്ടാരക്കരയിലെ കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവറുകൾ നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായി അനാഥനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായി അനാഥനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ്റെ ആത്മാവിനു നിത്യജീവൻ യേശു എന്നേ ഒരുക്കിയല്ലോ. എൻ്റെ ആത്മാവിനു നിത്യജീവൻ യേശു എന്നേ ഒരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. തുടർന്ന് നാം വചനം കേൾക്കുവാൻ പോവുകയാണ്. നേരത്തെ പ്രസ്താവിച്ചതുപോലെ പ്രിയ കർത്താവിൻ്റെ ദാസൻ സിംഗരാജ് വിക്ടർ അപ്പച്ചൻ നമ്മോടൊപ്പം കടന്നു വന്നിട്ടുണ്ടല്ലോ. നേരത്തെ ഇവിടെ ഓർപ്പിച്ചതുപോലെ തൻ്റെ ശാരീരികമായ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും തൻ്റെ ആത്മീയ കണ്ണ് അധികം കാഴ്ച ഉള്ള ഒരു വ്യക്തിത്വമാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ഫിലേമോൻ ഫിലിപ്പ് അങ്കിളിലൂടെയാണ് എനിക്ക് പ്രിയ അപ്പച്ചനെ പരിചയപ്പെടാനിടയായി തീർന്നത്. കൂടാതെ ചില മാസങ്ങൾക്ക് മുമ്പ് എനിക്കും പ്രിയ റോയ് അങ്കിളിനോടൊപ്പം താൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സഭയിലൊക്കെ പോകാനും ഒക്കെ പ്രിയപ്പെട്ടവരെ കാണാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ആ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പോൾ പ്രിയ അങ്കിൾ കടന്നു വരികയും ഇംഗ്ലീഷിൽ പറയുന്ന സന്ദേശം മലയാളത്തിൽ ജെയിംസ് വർഗീസ് അങ്കിൾ വിവർത്തനം ചെയ്യുന്നതായിരിക്കും. ഇരുവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. Well, it's good to meet you all. I am very glad to meet you all. നിങ്ങളെ എല്ലാം സന്ധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. This is the first time I'm meeting you all in this place. ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുന്നത്, സന്ധിക്കുന്നത്. But I wish a assembly should be formed here. ഇവിടെ ഒരു സഭ കൂടിവര ആരംഭിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. Yeah, many people are going to different places from here. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് അനേകർ പോകുന്നുണ്ട്. So why can't you gather together and have a message? Why can't you have a worship service? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ആരാധന യോഗം ഉണ്ടായിക്കൂടാ? Yeah, so I pray that the Lord might open the door for you here. അതിനായിട്ട് ദൈവം വാതിലുകളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Before I bring the word of God, I am asked to give my testimony. വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. Each person's life there is a testimony. എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ ഒരു സാക്ഷ്യമുണ്ട്. Without testimony, he can't be a Christian. അങ്ങനെ ഒരു സാക്ഷ്യമില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ക്രിസ്ത്യാനിയായിരിക്കാൻ കഴിയുകയില്ല. I was born twice, but once I will die. ഞാൻ 2 പ്രാവശ്യം ജനിച്ച ആളാണ്, പക്ഷേ എന്നാൽ ഒരു പ്രാവശ്യം മരിക്കാൻ സാധ്യതയുള്ള ആളാണ്. A person who is born once, he will die twice. ഒരിക്കൽ മാത്രം ജനിച്ച ഒരു മനുഷ്യൻ 2 പ്രാവശ്യം മരിക്കും. Do you understand what I say? ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. Once again I will repeat. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കട്ടെ. A person who is born twice, he will die once. 2 പ്രാവശ്യം ജനിച്ച ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കും. But a person who is born once, he will die twice. ഒരു പ്രാവശ്യം ജനിച്ച ആള് 2 പ്രാവശ്യം മരിക്കും. First birth comes physical birth. ഒന്നാമത്തെ ജനനം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക ജനനമാണ്. Second birth, spiritual birth.
രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത് ആത്മീക ജനനമാണ്. And a person who is not born again, വീണ്ടും ജനിച്ച ഒരാൾ, no, who does not born again, വീണ്ടും ജനിക്കാത്ത ഒരാൾ, he will die, he will be born once അവന് ഒരു പ്രാവശ്യമേ ജനിച്ചിട്ടുണ്ടാവുകയുള്ളൂ, and he will die twice. അവൻ രണ്ടു പ്രാവശ്യം മരിക്കുകയും That ചെയ്യും. means physical death as well as spiritual eternal death. അവന് ഒരു ശാരീരിക മരണവും ഒരു നിത്യമരണവും ഉണ്ടാകും. So that's what I said, a person who is born once, he will die twice. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തവണ ജനിച്ച ഒരാൾ രണ്ടു പ്രാവശ്യം മരിക്കും എന്ന്. So I was born physically 15/1/1950. 1950 സഹോദരന് ശാരീരിക ജനനം ലഭിച്ചത്. I don't think many people were here at the time. നിങ്ങളിൽ പലരും ആ സമയത്ത് ഈ ലോകത്തിൽ ഉണ്ടാവുകയില്ലായിരിക്കാം. Yeah. So I was born in Roman Catholic family. ഒരു റോമൻ കത്തോലിക്ക സഭയിൽപ്പെട്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. And most of the relatives are Roman Catholic priests and nuns. എൻ്റെ ബന്ധുക്കളിൽ പലരും കത്തോലിക്ക സഭയിലെ അച്ഛന്മാരും അവിടുത്തെ മഠത്തിൽ ഉള്ള സിസ്റ്റേഴ്സുമാണ്. So when I was 3 years old, I got diarrhea and night blindness. 3 വയസ്സായപ്പോൾ സഹോദരന് കാഴ്ചയ്ക്ക് പ്രശ്നം നേരിട്ടു. So I became blind. അങ്ങനെ അന്ധനായി തീർന്നു. Then my father said, my parents, they thought I have no hope. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ചിന്തിച്ചു എന്നെ സംബന്ധിച്ച് ഒരു പ്രത്യാശയ്ക്കും വകയില്ലെന്ന്. My brother-in-law, who is a very rich man. എൻ്റെ അങ്കിള് അല്ലേ, Yeah. സഹോദരൻ്റെ അമ്മാവൻ ഒരാൾ വളരെ ധനികനായ ഒരാളായിരുന്നു. He was he was a high official. അദ്ദേഹം വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനുമായിരുന്നു. He was in Chennai. അദ്ദേഹം ചെന്നൈയിലാണ് താമസിച്ചിരുന്നത്. So when he came to our place, Tiruchirappalli, അദ്ദേഹം തൃശ്ശിനാപ്പള്ളിയിൽ ഞങ്ങളായിരുന്നപ്പോഴേ അങ്ങോട്ടേക്ക് വന്നു. they told my parents, why you are keeping him here all these years? Why can't you admit him in school? അദ്ദേഹം എൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ബാലനെ നിങ്ങളിങ്ങനെ ഭവനത്തിൽ തന്നെ നിർത്തിയിരിക്കുന്നവനെ സ്കൂളിലേക്ക് വിടണ്ടേ? So I was taken to Roman Catholic institution. അതുകൊണ്ട് എന്നെ ഒരു റോമൻ കത്തോലിക്ക സ്ഥാപനത്തിലേക്ക് കൊണ്ട് ചേർത്തു. So that school were running by European nuns. അത് നടത്തിയിരുന്നത് യൂറോപ്പിൽ നിന്നുള്ള അമ്മമാരായിരുന്നു. So when I was admitted in that school, I was 17 pounds. അന്ന് എനിക്ക് 17 റാത്തൽ ഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So that nuns, they took in charge of me, and they cherished me. അവിടുത്തെ അമ്മമാര് എൻ്റെ ചുമതല ഏറ്റെടുക്കുകയും അവരെന്നെ ശരിക്ക് ആഹാരമൊക്കെ നൽകി പരിചരിക്കുകയും ചെയ്തു. So according to Roman Catholicism, I was brought. അതുകൊണ്ട് തന്നെ റോമൻ കത്തോലിക്ക രീതിയിലാണ് വളർന്നു വന്നത്. I studied in the blind school till 1967. 1967 വരെ കാഴ്ച പരിമിതിയുള്ളവരുടെ സ്കൂളുകളിൽ പഠിക്കാനിടയായി. And I never knew anything what is going on in the world. എനിക്ക് ലോകത്ത് നടക്കുന്ന എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. Because I was so innocent. ഞാൻ അത്രയ്ക്ക് നിഷ്കളങ്കനായ ഒരു കുട്ടിയായിരുന്നു. And when I was studying 9th standard, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് I had a fear of death. മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയം ഉണ്ടാകാനിടയായി. I used to go to Roman Catholic Church. സാധാരണ റോമൻ കത്തോലിക്ക സഭയിലാണല്ലോ പോകുന്നത്. I used to do all the rituals. അവിടുത്തെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. But I never had the assurance of going to heaven. എന്നാൽ സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. But I was taught, if anyone brings Bible at your homes, do not receive them. അന്ന് അവർ ഞങ്ങളെ ഉപദേശിച്ചിരുന്നത് ബൈബിളുമായി നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും വന്നാൽ അവരെ സ്വീകരിക്കരുതെന്നായിരുന്നു. So they are separated brethren. Pardon? They are separated brethren. അവര് പിരിഞ്ഞുപോയ സഹോദരങ്ങളാണെന്നുള്ളതായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. So we should not receive them in our houses. അതുകൊണ്ട് അവരെ നമ്മുടെ ഭവനത്തിൽ സ്വീകരിക്കുക പോലും ചെയ്യരുത്. So once a brother brought me a Bible. ഒരു സഹോദരൻ ഒരു ബൈബിൾ ഒരിക്കൽ കൊണ്ടുവന്നു. I thought if I tear it and I fill up the basket, it's a
great work what I'm doing, I think the Lord will accept me in heaven. അത് സ്വീകരിക്കുകയാണെങ്കിൽ ദൈവം എന്നെ സ്വർഗത്തിൽ സ്വീകരിക്കും എന്ന് എനിക്ക് തോന്നി. So I tore the Bible and filled up the basket. Fill up the basket. Yeah. Waste basket. Yeah. ഓക്കെ, അത് നിരാകരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്നുള്ള ഒരു ധാരണയായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് അത് ആ ചവറ്റുകൊട്ടയിൽ ഇടാൻ തീരുമാനിച്ചു. So I did it. അങ്ങനെ ചെയ്യുകയും ചെയ്തു. So 1968, 1968 some brethren they came and shared the gospel. ഒരു സഹോദരൻ വന്ന് എന്നോട് സുവിശേഷം പങ്കുവെച്ചു. I used to argue with him. അവനോ ആ വന്ന ആളിനോട് തർക്കിക്കാറുണ്ടായിരുന്നു. I said I am a Roman Catholic. ഞാനൊരു റോമ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവനാണ്. I know more than what you know. താങ്കൾക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ എനിക്കറിയാം. Please don't speak to me, I said. അതുകൊണ്ട് എന്നോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു. But after some time I wanted to become a great politician. കുറെ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വലിയ രാഷ്ട്രീയക്കാരനാകണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി. I was interested in Congress party. ഞാൻ അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ ചേരാനിടയായി. So when I admitted in ordinary school, സാധാരണ സ്കൂളിൽ ഞാൻ പ്രവേശനം എടുത്തപ്പോൾ I learned certain things which I should not learn. ഞാൻ പഠിക്കരുതാത്ത ചില കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനിടയായി. So I became corrupted. അതുകൊണ്ട് ഞാൻ മലിനമാക്കപ്പെട്ടു. When I was admitted in that institution, ആ സ്ഥാപനത്തിൽ എന്നെ ചേർത്തപ്പോൾ the brothers and those who run the school, they thought I am the best student. അവിടെയുള്ള ആളുകൾ വിചാരിച്ചു ഞാൻ ഏറ്റവും നല്ല വിദ്യാർത്ഥിയാണെന്ന്. But after some time they came to know in the hostel I am the worst student. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഏറ്റവും മോശക്കാരനായ വിദ്യാർത്ഥിയാണെന്ന്. Because I was not interested in my studies. എൻ്റെ പഠനത്തിൽ ഞാൻ താല്പര്യമുള്ളവനായിരുന്നില്ല. I discontinued my studies. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് പഠനം നിർത്താനായിട്ടിടയായി. They advised me to continue my studies. അവർ പഠനം തുടരാനായിട്ട് എന്നെ ഉപദേശിച്ചു. But I didn't like to study. എന്നാൽ എനിക്ക് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. So I discontinued the studies. ഞാൻ അങ്ങനെ പഠനം ഉപേക്ഷിച്ചു. And went to Tiruchirappalli. വീണ്ടും തൃശ്ശിനാപ്പള്ളിയിലേക്ക് മടങ്ങിപ്പോയി. Certain brothers after some time they came and shared the gospel. വീണ്ടും ചില സഹോദരന്മാർ എൻ്റെ അടുത്ത് വന്ന് സുവിശേഷം പങ്കുവെച്ചു. I started them asking lot of questions. അവരോട് പല ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങി. But they surprised when I argued with them. അവരോട് ഞാൻ തർക്കിച്ചപ്പോഴേ അവർക്ക് അത്ഭുതം തോന്നി. And after some days or after some months, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ there was one brother, Chaladre C.C. Abraham in Rayapuram Assembly. റായപുരം സഭയിലുള്ള ഒരു എബ്രഹാം സഹോദരനോട് വരാനിടയായി. So he shared the gospel. അദ്ദേഹം എന്നോട് സുവിശേഷം പങ്കുവെച്ചു. And I asked him so many questions. അദ്ദേഹത്തോടും ഞാൻ അനേക ചോദ്യങ്ങൾ ചോദിച്ചു. When he came to know that I belong to Tiruchirappalli, I belong to Tiruchirappalli. തൃശ്ശിനാപ്പള്ളിയിൽ നിന്നുള്ള ആളാണെന്ന് മനസ്സിലായപ്പോൾ Then he wanted to send me to a brother Simon. സൈമൺ എന്നുള്ള ഒരു പേരുള്ള സഹോദരൻ്റെ അടുക്കിലേക്ക് എന്നെ അയച്ചു. He was a son-in-law of C.V. Samuel. C.V. സാമുവൽ എന്ന് പറയുന്ന കർത്തൃദാസന്റെ മരുമകനാണ് അദ്ദേഹം. Because he also was saved from Roman Catholic background. അദ്ദേഹവും റോമൻ കത്തോലിക്ക പരിസ്ഥിതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളാണ്. My desire was to entangle the people with hard questions. എൻ്റെ പണിയെന്ന് പറയുന്നത് ആളുകളെ കഠിനമായ ചോദ്യങ്ങൾ വെച്ച് ചുറ്റിക്കുക എന്നുള്ളതായിരുന്നു. So when I went to Simon സഹോദരൻ്റെ അടുത്ത് ചെന്നപ്പോൾ while we were discussing, I asked him so many questions. ചർച്ചയ്ക്കിടയ്ക്ക് ഞാൻ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനിടയായി. He patiently shared the answers. അദ്ദേഹം വളരെ ക്ഷമയോടുകൂടെ ഉത്തരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു. But he showed me only one verse. എന്നാൽ അദ്ദേഹം ഒരു വാക്യം എന്നെ പ്രത്യേകമായിട്ട് കാണിച്ചു. First gospel was shared by C.C. Abraham in Rayapuram. ആദ്യം റോയപുരത്തുള്ള എബ്രഹാം സഹോദരനാണ് സുവിശേഷം പങ്കുവെച്ചത്. Secondly, now Simon when he was sharing the gospel, അതിനുശേഷം സൈമൺ സഹോദരന് സുവിശേഷം പങ്കുവെക്കുമ്പോൾ he showed me only one verse. അദ്ദേഹം എന്നെ ഒരു വാക്യമാണ് പ്രത്യേകമായിട്ട് കാണിച്ചത്. The Gospel of St. John chapter 14 verse 6. യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 6-ാമത്തെ വാക്യമായിരുന്നു അത്. Where Jesus says, I am the way, the truth and the life.
no man comes to the Father but by me. അവിടെ കർത്താവ് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല എന്നുള്ള വാക്യം കാണാനിടയായി. That verse pricked my heart. അത് എൻ്റെ ഹൃദയത്തിൽ കുത്തി. Then I said, brother, what shall I do now? അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 1969 1969 December 16, ഡിസംബർ 16-ാം തീയതി, it was Tuesday, അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. in his house, first floor, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ്, first floor, 1-ാം നിലയിൽ I surrendered my life to the Lord Jesus. എൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചു. I was born again. ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടു. After my born again, ഞാൻ വീണ്ടും ജനിച്ച ശേഷം I felt I have new in the new world. ഞാനൊരു പുതിയ ലോകത്താണ് എന്നുള്ള അനുഭവം എനിക്കുണ്ടായി. Everything has become new. എല്ലാം പുതിയതായിട്ട് തീർന്നു. I got a great joy. എനിക്ക് വലിയ സന്തോഷം അനുഭവപ്പെട്ടു. I received the assurance of going to heaven. എനിക്ക് സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചു. Because I have become the possession of Christ. ഞാൻ യേശുക്രിസ്തുവിന്റെ സ്വന്തമായി തീർന്നു. Now when I went to my home, ഞാൻ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ now the trouble started. പ്രശ്നങ്ങൾ ആരംഭിച്ചു. I refused to say the prayers of Roman Catholic. റോമൻ കത്തോലിക്കരുടെ പ്രാർത്ഥന ഞാൻ ചൊല്ലുന്നതിന് വിസമ്മതിച്ചു. No, I refused. ഞാൻ വിസമ്മതിച്ചു. So I was persecuted. അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളുണ്ടായി. They said you are leaving our caste and going to SC caste. നീ ഇപ്പോഴ് SC വിഭാഗത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. Because my father is very familiar in that place. എൻ്റെ പിതാവിന് ആ സ്ഥലമൊക്കെ നല്ല പരിചയമുള്ള സ്ഥലമായിരുന്നു. Everybody knows Mr. Arpadam Pillai. He is a teacher. അർപ്പദം പിള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു. എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാമായിരുന്നു. So he said, you are leaving our caste and joining other caste. നീ ഞങ്ങളുടെ ജാതി വിട്ട് മറ്റൊരു ജാതിയിലേക്ക് പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. I said, I do not leave any caste. ഞാനിപ്പം പറഞ്ഞു, ഞാനൊരു ജാതിയും വിടുന്നില്ല. I don't know any caste about at that time. എനിക്ക് ജാതിയെക്കുറിച്ചൊന്നും അന്ന് അറിയത്തില്ലായിരുന്നു. I was beaten. എനിക്ക് അടിയൊക്കെ കിട്ടി. Then they told me to get out of the house. അവസാനം എന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളാനായിട്ട് Because I was disobedient. I was disobedient to pray that prayer, Roman Catholic prayer. റോമൻ കത്തോലിക്ക പ്രാർത്ഥനയോട് അലംഭാവം കാണിച്ചു എന്നുള്ളതായിരുന്നു. So I was sent out of the house. വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. Well, though your parents forsake you, the Lord will not forsake us. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. Again, I was admitted in the school. വീണ്ടും ഞാൻ സ്കൂളിൽ പ്രവേശിക്കപ്പെട്ടു. I used to go to Brother Simon's assembly. അങ്ങനെ സൈമൺ സഹോദരന്റെ സഭയിൽ പോയി തുടങ്ങി. I got some spiritual interests. എനിക്ക് ആത്മീയമായി നല്ല താല്പര്യം ഉണ്ടായി. So many things I learned. ഞാൻ അനേക കാര്യങ്ങൾ പഠിച്ചു. I was baptized. ഞാൻ അങ്ങനെ സ്നാനപ്പെട്ടു. 1970 I was baptized. 1970 സ്നാനപ്പെട്ടു. Now another problem came. അന്നേരം പുതിയൊരു പ്രശ്നം വന്നു. When I went to that school, ആ സ്കൂളിലേക്ക് പോയപ്പോൾ that school belongs to Lutheran Church. ആ സ്കൂള് ലൂതറൻ സഭയുടെ സ്കൂളായിരുന്നു. No, they never allowed to go to Brethren Church. അവര് ബ്രദറൻ സഭയിൽ പോകാനായിട്ട് അനുവദിക്കുമായിരുന്നു. They wanted I should come to their church. അവരുടെ സഭയിലേക്ക് പോകണമെന്നുള്ളതായിരുന്നു അവരുടെ നിയമം. I didn't know any truth about a Roman Catholic or Lutheranism or anything. അന്ന് എനിക്ക് ഈ റോമൻ കാതലിക്ക ലൂതറൻ എന്നൊന്നും പറഞ്ഞാലൊന്നും അറിയത്തില്ലായിരുന്നു. So I felt they are also just like Roman Catholic. ഞാനോർത്ത് അവരും റോമൻ കത്തോലിക്കരെ പോലെ ആയിരിക്കുമെന്ന്. So 1972 1972 I had an opportunity to go to North India. എനിക്ക് വടക്കേ ഇന്ത്യയിലേക്ക് പോകാനൊരു അവസരം കിട്ടി. Then I approached J. Simon and Mr. C.C. Abraham in Rayapuram. ഞാൻ അപ്പോഴ് നേരത്തെ പറഞ്ഞ എബ്രഹാം സഹോദരനും അതുപോലെ സൈമൺ സഹോദരനുമായിട്ട് ബന്ധപ്പെടാനിടയായി. I was advised to go to our church in Dehradun, who is brother who is responsible is Brother Emmanuel Raj. ഇമ്മാനുവേൽ എന്നറിയപ്പെടുന്ന സഹോദരന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഡെറാഡൂണിലുള്ള സഭയിലേക്ക് പോകാൻ അവരെന്നെ ഉപദേശിച്ചു. There I got so many experiences. അവിടെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ചു. I had experience in outreach work. Pardon? I got experience in outreach work. വെളിയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ എനിക്ക് അവിടെ പരിചയം കിട്ടി. I got experience in hospital visiting. അതുപോലെ ആശുപത്രികൾ സന്ദർശിക്കുന്നതിൽ പരിചയം കിട്ടി.
Then the Lord called me in 1973 for his service. 1973 കർത്താവിനെ സേവിക്കാനായിട്ട് കർത്താവിനെ വിളിച്ചു. Through the message what Brother Emmanuel Raj gave, ഒരു സുവിശേഷൻ തന്ന ഒരു സന്ദേശത്തിലൂടെയാണ്, ആ സുവിശേഷൻ തന്ന സന്ദേശത്തിലൂടെയാണ് എനിക്ക് ഉറപ്പ് കിട്ടിയത്. Isaiah chapter 6 verse 8. യെശയ്യാപ്രവചനം 6:8 വാക്യമാണത്. Through that words the Lord spoke to me. ആ വാക്യത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. I said, Lord, I do not know anything. I don't have any scriptural knowledge. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് വചനത്തിലും തീരെ പരിജ്ഞാനമില്ല. I don't have Braille Bible. എനിക്ക് ബ്രെയിലിയിലുള്ള ബൈബിൾ പോലും ഇല്ലായിരുന്നു. Now how can I become your servant? ഞാൻ എങ്ങനെ ഒരു സുവിശേഷകനായി മാറും? And I had chance to join a seminary. Pardon? I had chance to join seminary. Join? Seminary. സെമിനാരിയിൽ പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല. No, I got chance. ആ സമയത്ത് എനിക്ക് അതിനുള്ള അവസരം കിട്ടി. Then I praise the Lord. Lord, if you want that I should join this seminary, കർത്താവേ, ഈ സെമിനാരിയിൽ ചേരണമെന്നാണ് അങ്ങയുടെ ഹിതമെങ്കിൽ 2 conditions I put before you. ഞാൻ നിന്റെ മുന്നിൽ 2 നിബന്ധനകൾ വെക്കുകയാണ്. I should not lack anything physically. എനിക്ക് ഭൗതികമായിട്ടൊന്നിനും കുറവ് വരാൻ പാടില്ല. Secondly, I should obtain all the Bible. മാത്രമല്ല, എനിക്ക് ബൈബിള് മുഴുവന് ബ്രെയിലിയിൽ ലഭിക്കണം. So the Lord fulfilled all my desires. ദൈവം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നു. See, I was the only Tamilian in that seminary. ആ സെമിനാരിയിൽ ഞാൻ മാത്രമായിരുന്നു തമിഴ് ഭാഷ മാതൃഭാഷയായിട്ടുള്ള ആള്. And I was the only blind person. കാഴ്ചയില്ലാത്ത ഏക വ്യക്തിയും ഞാൻ തന്നെയായിരുന്നു. There are Malayali friends. അവിടെ മലയാളികളായിട്ടുള്ളവരുണ്ടായിരുന്നു. And North Indians are there. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. And our principal used to say പ്രിൻസിപ്പൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, to other people, if you want to learn English, നിങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറയായിരുന്നു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ you just go to Singraj Victor. He will teach you nice English. സിംഗരാജ് വിക്ടറിന്റെ അടുത്ത് പോയാൽ മതി, അദ്ദേഹം നിങ്ങളെ നല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുമെന്ന്. Because that principal he was an American. ആ പ്രിൻസിപ്പള് അമേരിക്കക്കാരനായിരുന്നു. So I obtained all the Bible, whole Bible within 6 months. 6 മാസത്തിനുള്ളിൽ എനിക്ക് പൂർണ്ണ ബൈബിൾ ലഭിച്ചു. Whether you believe me or not, in first year I was the first student. നിങ്ങൾ എന്നെ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. 1ാം വർഷം ഞാനായിരുന്നു അവിടുത്തെ ഏറ്റവും നല്ല വിദ്യാർത്ഥി. I got very good high marks. എനിക്ക് നല്ല മാർക്കും ലഭിച്ചു. So 4 years I completed. ഞാൻ 4 വർഷം അവിടെ പൂർത്തീകരിച്ചു. Then I said to the Lord, അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, Lord, it's better for me to be here in North India. കർത്താവേ, ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. But the Lord spoke to me through Acts chapter 1 verse 8. എന്നാൽ ദൈവം അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നോട് സംസാരിച്ചു. I should go back to South India. ഞാൻ സൗത്ത് ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെന്നുള്ള ദർശനം തന്നു. And also he spoke to me through Mark's Gospel chapter 5 verse 20. മർക്കോസിന്റെ സുവിശേഷം 5:20 ദൈവം എന്നോട് സംസാരിച്ചു. So I obeyed God's word. ദൈവത്തിന്റെ കൽപ്പന ഞാൻ അനുസരിച്ചു. So I went to Tiruchirappalli to serve the Lord. അങ്ങനെ ഞാൻ തൃശ്ശിനാപ്പള്ളിയിലെ കർത്താവിനെ സേവിക്കാനായിട്ട് പോയി. So when I came to the Lord's service, കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ first of all my eldest brother was saved. എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ രക്ഷിക്കപ്പെടാനിടയായി. Then my eldest sister was saved. അതിനുശേഷം എൻ്റെ മൂത്ത സഹോദരി രക്ഷിക്കപ്പെടാനിടയായി. My younger sister was saved. എൻ്റെ ഇളയ സഹോദരി രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായി. The Lord helped me to go to different parts of our country. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകാൻ കർത്താവിനെ സഹായിച്ചു. The Lord helped me to meet some politicians. ചില രാഷ്ട്രീയക്കാരെ കാണുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. By God's grace, I was the first person in North India was sharing to a lady who is the sister of Jawaharlal Nehru. ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയോട് സുവിശേഷം പങ്കുവയ്ക്കാൻ ആദ്യ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. Only 1 hour I spoke to her. എപ്പോഴൊക്കെ ഞാൻ അവരോട് സംസാരിച്ചുവോ, Then she said, അപ്പോഴൊക്കെ അവർ പറഞ്ഞു, I love Christ. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. But secretly I follow. ഞാൻ രഹസ്യമായിട്ടാണ് ക്രിസ്തുവിനെ പിൻഗമിക്കുന്നത്. Because I'm a politician. ഞാനൊരു രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട് I cannot come openly. എനിക്ക് തുറന്ന് വരാനായിട്ട് കഴിയത്തില്ല. Then I sent some literatures for her. അവർക്ക് കുറെ വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. She said, I read all the books what you read. What you sent. അയച്ച പുസ്തകങ്ങളൊക്കെ വായിച്ചു എന്ന് അവരെന്നോട് പറയാനിടയായി. Now other politicians I don't want to share. മറ്റ് ആരോടൊക്കെ സുവിശേഷം പറഞ്ഞു എന്നുള്ളത് ഞാൻ പങ്കുവയ്ക്കുന്നില്ല. Because it brings pride in my life.
അത് എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അഹങ്കാരം ഉണ്ടാക്കിയെന്ന് വന്നേക്കാം. So I don't want to tell it. ഞാനത് പറയുന്നില്ല. So I came to the Lord's service in 1973. 1973 ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് വന്നത്. Till now I have been serving the Lord in different places. 73 തൊട്ട് അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. I traveled all over India. ഞാൻ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാനിടയായി. But now wherever I go, I never go without sharing the gospel to anyone. ഞാൻ ഇപ്പം പോകുന്നിടത്തൊക്കെ സുവിശേഷം പങ്കുവയ്ക്കാതിരിക്കാറില്ല. The Lord has given you different ministries. എനിക്ക് കർത്താവ് വിവിധ ശുശ്രൂഷകളും തന്നിട്ടുണ്ട്. One of the ministry, ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് praying for the saints. സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. Praying for all the saints. എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. Secondly, രണ്ടാമതായിട്ട് to nail the tin sheets on the trees. മരങ്ങളിലൊക്കെ ടിൻ ഷീറ്റിലെ വാക്യം എഴുതി പതിക്കുക എന്നുള്ളതാണ്. You see, when you give a tract, നമ്മളൊരു ട്രാക്റ്റ് കൊടുക്കുമ്പോൾ people will read it and tear it. ആളുകളത് വായിച്ചിട്ട് കീറിക്കളഞ്ഞേക്കാം. Some people will fold it and keep it in the pocket. ചിലരെ അത് മടക്കി പോക്കറ്റിൽ വെച്ചു എന്നും വന്നേക്കാം. But if you nail the tin sheets, എന്നാൽ ടിൻ ഷീറ്റിലെ വാക്യം എഴുതി ഒട്ടിച്ചാൽ those who are going and coming, they can read that verse. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്കൊക്കെ ആ വാക്യം വായിക്കാനായിട്ട് കഴിയും. It should be gospel messages. അത് സുവിശേഷ സന്ദേശങ്ങളായിരിക്കണം. We have completed in South Tamil Nadu. തെക്കൻ തമിഴ്നാട് ഏകദേശം മുഴുവനും ഞങ്ങൾ പൂർത്തീകരിച്ചു. We wanted to do in North Tamil Nadu also. നോർത്ത് വടക്കൻ തമിഴ്നാട്ടിലും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. I tell you, through that ministry, ആ ശുശ്രൂഷയിലൂടെ many are saved. പലരും രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായി. A person who wanted to commit suicide, ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യന് when he read these words in തിരുനെൽവേലിയിൽ വെച്ച് ഈ വാക്യങ്ങൾ വായിക്കാൻ ഇടയായപ്പോൾ he was saved. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. He stopped committing suicide. അവൻ ആത്മഹത്യ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. He gave the testimony in TV. അദ്ദേഹം ടിവിയിൽ തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവച്ചു. And also I heard through some of the people are saved through this tin sheets. അതുപോലെ തന്നെ ഈ വാക്യങ്ങൾ മരങ്ങളിൽ ആണിയടിച്ച് പ്രദർശിപ്പിക്കുന്നത് വഴി മറ്റനേകരും രക്ഷിക്കപ്പെടാനിടയായി. Either you can nail the tin sheets or you can tie the tin sheets on the trees. മരത്തിൽ ആണിയടിച്ചോ അല്ലെങ്കിൽ കെട്ടിവെച്ചോ ഇത് നമുക്കവിടെ പതിപ്പിക്കാനായിട്ട് കഴിയും. In Kerala we have done it from Virudhunagar to Kumudi and also Virudhunagar to Munnar. കേരളത്തിന്റെ വശത്താണെങ്കിൽ വിരുദുനഗറിൽ നിന്ന് കുമളി വരെയും വിരുദുനഗറിൽ നിന്ന് മൂന്നാർ വരെയുള്ള സ്ഥലങ്ങളിൽ മരങ്ങളിന്മേൽ ഇതുപോലെ വാക്യങ്ങൾ പതിപ്പിച്ചു. Now I want to encourage the young people. എനിക്ക് യുവാക്കന്മാരെ അവരെ ഇപ്പം പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമുണ്ട്. Especially in Kerala. കേരളത്തിലുള്ളവരെ Why can't you do it from Trivandrum to at least Punalur? നിങ്ങൾക്ക് തിരുവനന്തപുരം തൊട്ട് പുനലൂർ വരെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? Last week we did the ministry from Virudhunagar to Tanjore. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വിരുദുനഗർ തൊട്ട് തഞ്ചാവൂർ വരെ ഇങ്ങനെ ടിൻ ഷീറ്റുകൾ പതിപ്പിക്കാനിടയായി. Actually we wanted to do it up to Viluppuram. വാസ്തവത്തിൽ ഞങ്ങൾക്ക് വില്ലുപുറം വരെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. We prepared 410 sheets. 410 sheets. 400 ടിൻ ഷീറ്റുകളാണ് 410 ടിൻ ഷീറ്റുകളാണ് ഉണ്ടാക്കിയത്. So when we went to Tanjore, എന്നാൽ തഞ്ചാവൂരിൽ എത്തിയപ്പോഴത്തേക്ക് all the tin sheets were over. ആ 410 ടിൻ ഷീറ്റുകളും തീർന്നുപോയി. So we could not travel above Tanjore. തഞ്ചാവൂർ വരെ അത് പതിപ്പിച്ചു പോകാനായിട്ട് കഴിഞ്ഞില്ല. So we came back. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. So it's a challenge for the young people in Kerala. കേരളത്തിലുള്ള യുവാക്കന്മാർക്ക് along with elderly people, പ്രായമുള്ളവരോട് ചേർന്ന് ഈ ശുശ്രൂഷ ചെയ്യാൻ കഴിയുമെങ്കിൽ go and tie the tin sheets on the trees. ടിൻ ഷീറ്റുകൾ മരങ്ങളിൽ പോയി കെട്ടിവെക്കുക. Now there are other issues I want to tell. ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. So, some young people, what they do in my team, എൻ്റെ ടീമിലുള്ള ചില യുവാക്കന്മാർ ചെയ്യുന്നത് without reading the gospel verses, ദൈവവചനം സുവിശേഷ വചനങ്ങൾ വായിക്കാതെ they wanted to tie all the tin sheets. If there are 5 trees, they wanted to tie all the 5 tin sheets. ഒരു മരത്തിൽ തന്നെ 5 ടിൻ ഷീറ്റും ചില പൊട്ടിക്കാൻ ശ്രമിച്ചു എന്ന് വന്നേക്കാം. I said no, should not do that. അങ്ങനെ ചെയ്യരുതെന്ന് പറയാറുണ്ട്. See, according to the words we have to nail. ആ വാക്യങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ മരങ്ങളിൽ കെട്ടാനായിട്ട്. For an example, ഒരു ഉദാഹരണം പറഞ്ഞാൽ
He was wounded for our transgressions, he was bruised for our iniquities. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യ നിമിത്തം അവൻ തകർക്കപ്പെട്ടു. So Christ Jesus came into the world to save sinners. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനായിട്ടാണ്. The first name, the tin sheet should be Christ Jesus came into the world to save the sinners. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് പാപികളെ രക്ഷിക്കാൻ വന്നു എന്നുള്ളതായിരിക്കണം ആദ്യത്തെ ടിൻ ഷീറ്റ്. Secondly, he was wounded for our transgressions and bruised for our iniquities. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തവും അതിക്രമങ്ങൾ നിമിത്തവും അവൻ മുറിവേറ്റു എന്നുള്ളത് രണ്ടാമത് വരണം. And then third, according to the scripture, he died for our sins and he was buried and rose again. മൂന്നാമത് വരേണ്ട ടിൻ ഷീറ്റ് എന്ന് പറയുന്നത് അവൻ വചനം അനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്കായിട്ട് പകരമായി മരിച്ചു എന്നുള്ളതാണ്. Then that next tin sheet, believe on the Lord Jesus Christ and you shall be അടുത്ത saved. ടിൻ ഷീറ്റിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് വേണം. And then behold, I come quickly. മാത്രമല്ല അവസാനമായിട്ട് ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ളത് You ഒട്ടിക്കണം. see, you are nailing whole gospel. നമ്മൾ സമ്പൂർണമായ സുവിശേഷം ഇങ്ങനെ മരങ്ങളിൽ പ്രദർശിപ്പിക്കുകയാണ്. Don't put your phone number or anything. നമ്മുടെ ഫോൺ നമ്പറും വിലാസവും ഒന്നും കൊടുക്കേണ്ടതില്ല. Otherwise you will be arrested. നമ്മൾ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് So the വന്നേക്കാം. person who is saved, he will go to the assembly where the Lord leads him. രക്ഷിക്കപ്പെടുന്ന മനുഷ്യന് അവനെ ദൈവം നയിക്കുന്ന അസംബ്ലിയിലേക്ക് പോയിക്കൊള്ളും. In heaven, the angels will testify about you. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ പേരിൽ സ്വർഗത്തിൽ ദൂതന്മാർ സാക്ഷ്യം പറയും. Through this ministry, that person has come to know the Lord. ഈ മിനിസ്ട്രിയിലൂടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടത്. So I urge the young people ഞാൻ യുവാക്കന്മാരോട് ആവശ്യപ്പെടുകയാണ് to do this kind of ministry. ഇത്തരം ശുശ്രൂഷകൾ ചെയ്യാനായിട്ട്. And I will try to be helpful to you whatever you need. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാൻ ഞാനും തയ്യാറാണ്. So in my team, I went with along with the 7 people. എൻ്റെ ടീമിൽ 7 പേരുമായിട്ടാണ് ഞാൻ പോയത്. They all have burden. അവർക്ക് എല്ലാവർക്കും ഹൃദയഭാരമുള്ളവരാണ്. So they listen what I said. ഞാൻ പറയുന്നത് അവർ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. So likewise, raise some young people. അതുപോലെ തന്നെ കുറെ യുവാക്കന്മാരെ സംഘടിപ്പിക്കുക. Go and print the verses and tie them on the trees. ഈ വാക്യങ്ങൾ പ്രിന്റ് ചെയ്യുക, മരങ്ങളിൽ അത് പതിപ്പിക്കുക. So I think it will be very useful for you. അത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി ഭവിക്കുമെന്ന് ഞാൻ And I വിശ്വസിക്കുന്നു. expect there should be cooperation among you. നിങ്ങൾ തമ്മിൽ ഈ കാര്യത്തിൽ സഹകരണം ഉണ്ടായിരിക്കേണ്ടതാണ്. Because when Philemon was there, ഫിലേമോൻ സഹകരണം ഉണ്ടായിരുന്നപ്പോൾ he was very helpful to me in the ministry. ഈ ശുശ്രൂഷയിൽ താൻ എനിക്ക് വളരെ സഹായിയായിരുന്നു. I approached one brother. ഞാൻ ഒരു സഹോദരനെ സമീപിച്ചു. That brother said, ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, if so and so man comes along with you, പടൻ if so and so person comes along ഇന്ന with ഇന്ന you, ആൾക്കാര് താങ്കളുടെ വരികയാണെങ്കിൽ we will not participate in that ministry. ഞാൻ നിങ്ങളുടെ കൂടെ സഹകരിക്കുകയില്ല എന്ന്. You see, you should not have any difference. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. You may have some feelings or you may have some sadness with them. നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ച് ചില ചിന്തകളോ അല്ലെങ്കിൽ ചില ദുഃഖങ്ങളോ ഉണ്ടായി എന്ന് വന്നേക്കാം. But remember, he is also God's servant. നമ്മൾ അവരും ദൈവമക്കളാണെന്നുള്ളത് മറന്നുപോകാൻ So we പാടില്ല. have to encourage each other and go and do this ministry. അന്യോന്യം പ്രോത്സാഹിപ്പിക്കുക, ഈ ശുശ്രൂഷ ചെയ്യുക. That's why I could not cooperate, make the people to be cooperated in Kerala. ആ അർത്ഥത്തിൽ കേരളത്തിലുള്ള ആളുകളെ സഹകരിപ്പിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. I want that Kerala people should be saved through this ministry. ഈ ശുശ്രൂഷയിലൂടെ കേരളത്തിലുള്ളവർ രക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Will you cooperate? നിങ്ങൾ എന്നോട് സഹകരിക്കുമോ? Will you do that ministry? Are you willing? ആ ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? If the Lord burdened me, and that's why I did that ministry. എന്നെ കർത്താവ് ആ ഭാരം തന്നതുകൊണ്ടാണ്, എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. So you do as the Lord leads you. നിങ്ങളെ ദൈവം നയിക്കുന്ന പോലെ ചെയ്താട്ടെ. And I will pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. And do with the elderly people. ഞാൻ പ്രായമുള്ള ആളുകളോട് കൂടിയാണ് അത് ചെയ്യുന്നത്. So you do. പ്രായമുള്ളവരോട് കൂടി ആ ശുശ്രൂഷ ചെയ്യുക. Okay. Now let's go to main message. നമുക്കിന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടന്നു പോകാം. This morning we were considering about Paul. ഇന്ന് രാവിലെ തിരുമല സഭയിൽ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. But what I shared this morning, I don't want to share it now. രാവിലെ പങ്കുവെച്ച കാര്യം തന്നെ ഇവിടെ വീണ്ടും പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. But I want to complete that message. What I did not share this morning, that I want to share with you. രാവിലെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഭാഗം ഇവിടെ പൂർത്തീകരിക്കാമെന്ന് വിചാരിക്കുന്നു. We saw the mind of humility. ഞങ്ങൾ രാവിലെ പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിന്റെ
താഴ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. That means the mind of Christ. അവന് യേശുക്രിസ്തുവിന്റെ മനസ്സുണ്ടായിരുന്നു എന്നുള്ളത്. Secondly, we saw his sacrificial life. അവന്റെ ത്യാഗാത്മകമായ ജീവിതത്തെക്കുറിച്ചും രാവിലെ ചിന്തിക്കാനിടയായി. And also we saw his suffering. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ചിന്തിക്കാനായിട്ട് ഇടയായി. Now we are going to consider നമ്മൾ ഇപ്പോഴേ ചിന്തിക്കാനായിട്ട് the പോകുന്നത് different ministries what Paul did, പൗലോസ് അപ്പോസ്തലൻ ചെയ്ത വിവിധ ശുശ്രൂഷകളെ കുറിച്ചാണ്. and then his desires അതിനുശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ കുറിച്ചും and his advice to the people of God. അവൻ ദൈവജനത്തിന് കൊടുത്ത ഉപദേശങ്ങളെ കുറിച്ചും. Now we are going to consider the ministries of Paul. പൗലോസ് അപ്പോസ്തലൻ ചെയ്ത ശുശ്രൂഷകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴേ ചിന്തിക്കാനായിട്ട് പോകുന്നത്. See, there are lot of ways where you can share the gospel. നമുക്ക് സുവിശേഷം പറയാൻ വിവിധമായ മാർഗങ്ങളുണ്ട്. Not only you can, it doesn't mean you have to go and preach the gospel openly. നമ്മൾ എല്ലായിടത്തും പരസ്യമായി സുവിശേഷം പറയണമെന്ന് മാത്രമല്ല, There are different ways. മറ്റനേക മാർഗങ്ങളും ഉണ്ട്. I quote what Billy Graham has said. ബില്ലി ഗ്രഹാം പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ ഉദ്ധരിക്കട്ടെ. There are many ways to come to Christ, കർത്താവിലേക്ക് വരുവാൻ പല വഴികളുണ്ട്. but there is only one way to go to the Father through Jesus Christ. എന്നാൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാൻ ഒരു വഴിയേ ഉള്ളത് യേശുക്രിസ്തുവിലൂടെയാണ്. Because he is the way, the truth, and the life. കാരണം യേശുക്രിസ്തുവാണ് വഴിയും സത്യവും ജീവനും. So you can distribute a tract. നമുക്ക് ഒരു സുവിശേഷ പ്രതി വിതരണം ചെയ്യാൻ കഴിയും. You can have a personal evangelism. നമുക്ക് വ്യക്തിപരം ആളാം പ്രതി വേല ചെയ്യാനായിട്ട് കഴിയും. You can go for outreach work. അതുപോലെ പരസ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് പോകാൻ കഴിയും. You can have a mass evangelism. ഒരു എല്ലാവരെയും വിളിച്ചുകൂട്ടിയുള്ള ഒരു സുവിശേഷീകരണം പറ്റും. As I said, you can do the through the tin sheets. ടിൻ ഷീറ്റുകളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശുശ്രൂഷകൾ സാധ്യമാണ്. In so many ways you can do the Lord's ministry. കർത്താവിന്റെ വേല നമുക്ക് വിവിധ മാർഗങ്ങളിലൂടെ ചെയ്യാം. Once I had an opportunity to go to Jammu Kashmir. എനിക്ക് ഒരിക്കൽ ജമ്മു കാശ്മീരിലേക്ക് പോകാനായിട്ട് ഒരു അവസരം കിട്ടി. There was one brother Biju, now he's in Ghaziabad. അവിടെ ഒരു ബിജു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഗാസിയാബാദിലാണ്. We were traveling from Kashmir to Uri by two-wheeler. ഒരു ബൈക്കിൽ കാശ്മീർ തൊട്ട് ഉറി എന്ന് പറയുന്ന സ്ഥലം വരെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാനിടയായി. The Lord told me that I should go to North India Kashmir. ആ കർത്താവ് എന്നോട് പറഞ്ഞു കാശ്മീരിലേക്ക് പോകണമെന്ന്. When I was praying at 5 o'clock in the morning, 4 o'clock when I was praying, the Lord spoke to me. ഒരു ദിവസം 4 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം എന്നോട് പറഞ്ഞത്. Then I said, Lord, I don't know anyone in Kashmir. Pardon? I don't know anyone in Jammu Kashmir. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ജമ്മു കാശ്മീരിൽ ആരെയും അറിയത്തില്ലല്ലോ. I don't know anywhere. I don't know anyone. എനിക്ക് ആരെയും അറിയത്തില്ല. The Lord showed me Charlie John in Agra. ചാർലി ജോൺ എന്ന് പറയുന്ന ആ സഹോദരനുമായിട്ട് ബന്ധപ്പെടാൻ ഇടയാക്കി. Then I spoke to Brother Charlie John. ചാൾസ് ജോൺ സഹോദരനോട് സംസാരിച്ചപ്പോൾ, Brother, the Lord is leading me to go to do his gospel work in North Kashmir. കർത്താവ് എന്നെ കാശ്മീരിലേക്ക് സുവിശേഷ വേലയ്ക്കായിട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, I don't know anyone. എനിക്കവിടെ ആരെയും അറിയില്ല. The Lord is showing me to tell you this. ആ സഹോദരനോട് ഇത് പറയണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ദൈവം ബോധ്യം തരുന്നു. Then he said, അദ്ദേഹം അപ്പോൾ പറഞ്ഞു, okay, I will arrange. ഞാൻ അത് ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. There is one brother Biju. ബിജു എന്ന് പറയുന്ന ഒരു He is സഹോദരനുണ്ട്. serving the Lord. അദ്ദേഹം കർത്താവിനെ സേവിക്കുന്നവനാണ്. But one condition. ഒരു നിബന്ധന മാത്രമുണ്ട്. You have to get down at Pathankot. പത്താൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഇറങ്ങണം. There is one brother KK woman serving the Lord. അവിടെ കർത്താവിനെ സേവിക്കുന്ന ഒരു സഹോദരനുണ്ട്. You have to go and help him in the ministry. അദ്ദേഹത്തെ നിങ്ങൾ പോയി മിനിസ്ട്രിയിൽ ശുശ്രൂഷയിൽ സഹായിക്കണം. I agreed. ഞാനത് സമ്മതിച്ചു. So then the Lord told me you should not travel alone. അവൻ ദൈവം എന്നോട് പറഞ്ഞു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട. At that time my older son was 15 years old. എൻ്റെ മൂത്ത മകൻ എപ്പോഴേ 15 വയസ്സ് പ്രായമേ ഉള്ളൂ. 15 or 20, I don't remember, 2005. 15 or 20 വയസ്സ് 2005 So it told me to take along with me. അവനെ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാനായിട്ട് ദൈവം പറഞ്ഞു. So when I went to Pathankot, പത്താൻകോട്ട് ഞാൻ ചെന്നപ്പോൾ my stomach was upset. സഹോദരൻ്റെ വയറിന് രോഗമായി. Because I had a piles problem, I did not know this. എനിക്ക് ഒരു പ്രത്യേക രോഗമുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു. So it was bleeding. എനിക്ക് രക്തസ്രാവം ഉണ്ടായി.
So I went to the doctor. ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. They gave me tablets. അവര് എനിക്ക് ഗുളികയൊക്കെ തന്നു. And then Brother Kekuman and Brother my son said, especially my son said. അപ്പോഴ് അവിടെയുള്ള ഉമ്മൻ സഹോദരനും അതുപോലെ എൻ്റെ പുത്രനും പറഞ്ഞു. Especially my son told. പ്രത്യേകിച്ച് മകൻ ഇങ്ങനെ പറയാനിടയായി. Daddy, it's better for you to go back to Tamil Nadu. തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ് ഡാഡി നല്ലതെന്ന്. But when they came to, along with that, Brother Kekuman also stressed me to go back to Tamil Nadu. ഉമ്മൻ സഹോദരനും അത് തന്നെ പറഞ്ഞു. But I said, no, the Lord is leading me. എന്നാൽ ഞാൻ പറഞ്ഞു എന്നെ കർത്താവ് ഇതാ നയിക്കുന്നുണ്ട്. But when they came to the ticket counter, എന്നാൽ അവർ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്നപ്പോഴ് they said no ticket. ടിക്കറ്റ് ഇല്ലായിരുന്നു. Then I said, you see. അപ്പം ഞാൻ സന്തോഷവാനായി. See, the Lord, when He tells something, He never changes. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് അതിൽ വ്യത്യാസം വരുത്താനായിട്ട് പാടില്ല. So when I went to Kashmir, ഞാൻ കാശ്മീരിലേക്ക് പോയപ്പോൾ Philip Matthew was there. ഫിലിപ്പ് മാത്യു എന്ന് പറയുന്ന സഹോദരൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. And I labored with him for 2-3 days. 2-3 ദിവസം അദ്ദേഹത്തോടുകൂടെ വേല ചെയ്യാനിടയായി. Then I went to Kashmir. അതിനുശേഷം ഞാൻ കാശ്മീർ ഭാഗത്തേക്ക് പോയി. By 2-wheeler. ഒരു ഇരുചക്ര വാഹനത്തിൽ From Srinagar to Uri we traveled 130 kilometers. ശ്രീനഗറിൽ നിന്ന് ഉറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 130 കിലോമീറ്റർ സഞ്ചരിക്കാനിടയായി. It was hill area. അത് വളരെ മലമ്പ്രദേശമാണ്. We went up to Pakistan border. ഞങ്ങൾ പാകിസ്ഥാൻ അതിർത്തി വരെ എത്തി. Wherever we went, ഞങ്ങൾ പോയിടത്തൊക്കെ we distributed tracts. ട്രാക്റ്റുകൾ വിതരണം ചെയ്തു. Share the gospel. സുവിശേഷം പങ്കുവച്ചു. Then we came back. അതിനുശേഷം ഞങ്ങൾ മടങ്ങി വന്നു. Then I said to the Lord, അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, Lord, why you wanted that I should come travel all the way to this Kashmir and distribute to tracts? കർത്താവേ, ഞാൻ ഇത്ര ദൂരം സഞ്ചരിച്ച് ഈ കാശ്മീരിൽ വന്ന് ട്രാക്റ്റ് വിതരണം ചെയ്യണമെന്ന് നീ തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? See, it was done 2005 in the month of June. അത് 2005 ജൂൺ മാസത്തിലാണ്. In the month of September, സെപ്റ്റംബർ മാസത്തിൽ I got the answer. എനിക്ക് അതിനുള്ള ഉത്തരം ലഭിച്ചു. There was great earthquake. Pardon? There was great earthquake. അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. Many people died. അന്ന് അനേകർ മരിക്കാനിടയായി. All the places destroyed. പല സ്ഥലങ്ങളും നശിപ്പിക്കപ്പെട്ടു. Immediately I phoned up to Brother Biju. ഞാൻ അപ്പോഴേ ബിജുവിനെ വിളിച്ചു. Brother, what about you? സഹോദരൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. He said, Brother, I am all right. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. But wherever we distributed the tracts, ഞങ്ങൾ എവിടെയൊക്കെ സുവിശേഷ പ്രതികൾ വിതരണം ചെയ്തുവോ, wherever we share the gospel, ഞങ്ങൾ എവിടെയൊക്കെ സുവിശേഷം പറഞ്ഞുവോ, all the places are destroyed. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അനേകം സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടു. Then I said, Lord, thank you for taking me to that place. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ കാശ്മീരിൽ കൊണ്ടുപോയതിന് നന്ദി എന്ന്. Dear brother, സഹോദരന്മാരെ, different ministries, പല ശുശ്രൂഷകളുണ്ട്. but through that ministry you can bring the people to the Lord Jesus. അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ കഴിയും. The question is, എന്നാൽ ചോദ്യം എന്ന് പറയുന്നത്, how many people you have brought to the Lord? നിങ്ങൾ എത്ര പേരെ കർത്താവിലേക്ക് ഇതിനോടകം കൊണ്ടുവരാൻ ഇടയായി? Paul പൗലോസ് അപ്പോസ്തലൻ practical man. വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരാളായിരുന്നു. Through his ministry, അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിലൂടെ he has brought through his ministry, he has brought thousands of people. തന്റെ ശുശ്രൂഷയിലൂടെ ആയിരക്കണക്കിന് ആളുകളെ താൻ കർത്താവിലേക്ക് കൊണ്ടുവന്നു. I quote what Mr. Samuel Tayil said. സാമുവേൽ തയ്യൽ എന്ന ഭക്തൻ പറഞ്ഞ് ഞാൻ ഉദ്ധരിക്കട്ടെ. He was the father-in-law of George Dawson in Delhi. അദ്ദേഹം ജോർജ് ഡോസൺ എന്ന് പറയുന്ന ആളുടെ അമ്മായിയപ്പനായിരുന്നു, ഭാര്യാപിതാവായിരുന്നു. Do you know Mr. George Dawson? Many of you may. നിങ്ങൾക്ക് ജോർജ് ഡോസൺ സഹോദരനെ പരിചയം കാണുമല്ലോ. Do you know him? Yeah. Some of them. Yes. Yeah. He is serving the Lord in Delhi. അദ്ദേഹം ഡൽഹിയിലെ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. But his father-in-law is a very good evangelist. അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് ഒരു നല്ല സുവിശേഷകനാണ്. A very gifted person. വളരെ കൃപകളുള്ള ഒരു മനുഷ്യനാണ്. He was in Bangalore Assembly. അദ്ദേഹം ബാംഗ്ലൂർ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. At his death he said, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, he called all his sons. അത് മരണസമയത്ത് അദ്ദേഹത്തിന്റെ മക്കളെ എല്ലാം അദ്ദേഹം വിളിച്ചു. What he said I quote. ഞാൻ അദ്ദേഹം പറഞ്ഞതാണ് ഇപ്പോൾ ഉദ്ധരിക്കുന്നത്. Don't think
I am going to the Lord in empty hands. ഞാൻ ഒന്നുമില്ലാത്ത കൈകളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് പോവാണെന്ന് വിചാരിക്കരുത്. By God's grace, I got the properties of many souls. എനിക്ക് അനേക ദേഹികളെന്നുള്ള സ്വത്ത് എൻ്റെ കയ്യിലുണ്ട്. So now I'm going to the Lord not in empty hands. ഞാൻ ഒന്നുമില്ലാത്ത കൈകളുമായിട്ടല്ല കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത്. This is the quotation of Samuel Tayal. അത് ശാമുവേൽ തയ്യൽ എന്ന് പറഞ്ഞ ഭക്തന്റെ വാക്കുകളാണ്. What about you, brother? സഹോദര സഹോദരി, നിങ്ങളുടെ കാര്യം എങ്ങനെയാ? How many souls you have brought to the Lord? കർത്താവിലേക്ക് നിങ്ങൾ എത്ര ദേഹികളെ കൊണ്ടുവന്നിട്ടുണ്ട്? Paul means പൗലോസ് അപ്പോസ്തലന് means is a short person. ഒരു വളരെ ഉയരം കുറഞ്ഞ മനുഷ്യനായിരുന്നു. At the same time, there is another meaning. പൗലോസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം അതാണ്. അതിന് വേറൊരു അർത്ഥവുമുണ്ട്. Saul, the meaning is loved by human being but not loved by God. മനുഷ്യരാൽ സ്നേഹിക്കപ്പെടുന്നവൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടാത്തവൻ എന്നാണ് സോൾ എന്നുള്ള പദത്തിന്റെ അർത്ഥം. But Paul എന്നുള്ള പദത്തിന്റെയോ loved by the Lord, all his activities were loved by the Lord, അവന്റെ പ്രവർത്തനങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളായി, but hated by their own people. എന്നാൽ സ്വന്തം ജനങ്ങളെ വെറുത്തിരുന്ന പ്രവൃത്തികളായിരുന്നു. Paul never bothered whether people hated him or loved him. പൗലോസ് അപ്പോസ്തലന് തന്നെ മറ്റുള്ളവർ സ്നേഹിക്കുന്നോ ഇഷ്ടപ്പെടുന്നോ എന്നൊന്നുള്ളതൊന്നും ചിന്തിച്ചില്ല. His hobby is to preach Christ to everyone. അവന്റെ ജോലി എന്ന് പറയുന്നത് എല്ലാവരോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു. He surrendered his life to be the slave of the Lord Jesus. അവൻ തന്റെ ജീവിതം യേശുക്രിസ്തുവിന്റെ അടിമയായിട്ട് സമർപ്പിച്ചതാണ്. He wanted to please his own master. അവന് അവന്റെ യജമാനനെ തൃപ്തിപ്പെടുത്തണമെന്നുള്ളതായിരുന്നു. The Lord Jesus is master. കർത്താവായ യേശുക്രിസ്തു അവന്റെ യജമാനനായിരുന്നു. He wanted to be his vessel. Pardon? He wanted to be his vessel. കർത്താവിന്റെ ഉപകരണമായി തീരണമെന്നാണ് അവൻ ആഗ്രഹിച്ചിരുന്നത്. The Lord has chosen him to be his vessel. അവന്റെ പാത്രമായിട്ടാണ് കർത്താവ് പൗലോസിനെ തിരഞ്ഞെടുത്തത്. That's why he suffered. അതുകൊണ്ടാണ് അവൻ കഷ്ടപ്പെടാനായിട്ട് ഇടയായത്. Why the Lord allowed sufferings in his life? അവന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവം കഷ്ടതകൾ അനുവദിച്ചത്? You see, when you take a golden vessel, നമ്മൾ ഒരു സ്വർണ്ണ പാത്രം എടുക്കുമ്പോൾ, before you make that vessel, it has to go through fire. അത് തീയിലൂടെ കടന്നുപോയിട്ടാണ് ഒരു പാത്രമായി തീരുന്നത്. Then only it becomes a precious vessel. അന്നേരമേ അതൊരു വിലയേറിയ പാത്രമായി തീരത്തുള്ളൂ. So Paul was a chosen vessel. കർത്താവിന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമായിരുന്നു പൗലോസ്. A golden vessel. ഒരു സ്വർണ്ണ പാത്രമായിരുന്നു. So that gold has to go through fire. സ്വർണം തീയിലൂടെ കടന്നുപോയേ മതിയാകൂ. That's why he says, അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, Philippians chapter 1, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം verse 29. 29-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. That Paul does not write as he felt, but he writes the epistle out of his own experience. പൗലോസ് അപ്പോസ്തലൻ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഈ ലേഖനം എഴുതുന്നത്. Because he suffered. അവന് കഷ്ടം അനുഭവിച്ചവനാണ്. The Lord wanted to make him as a purified vessel. ദൈവത്തിന് അവനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു പാത്രമാക്കണമായിരുന്നു. That's why he says, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, 2 Timothy 2 തിമോഥെയോസ് chapter 4, 4-ാം അധ്യായം verse 8. 8-ാമത്തെ വാക്യം. 2 തിമോഥെയോസ് 4-ന്റെ 8-ാമത്തെ വാക്യം. ഇനി നീതിയുടെ കിരീടം, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. I will obtain the crown of righteousness. ഞാൻ നീതിയുടെ കിരീടത്തിനായിട്ട് കാത്തിരിക്കുന്നു. I ran the race. ഞാൻ എന്റെ ഓട്ടം തികച്ചു, I kept the faith. എന്റെ വിശ്വാസം കാത്തു. Now I am ready to depart. ഞാൻ പുറപ്പെടാനായിട്ട് തയ്യാറായിരിക്കുന്നു. Now my master will give me a crown. എനിക്ക് എന്റെ യജമാനൻ ഒരു കിരീടം നൽകും. Crown of righteousness. നീതിയുടെ കിരീടം. Not only for me. എനിക്ക് മാത്രമല്ല, those who love his appearance. അവന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ഏവർക്കും. So dear brother and sister, അല്ലയോ സഹോദരി സഹോദരന്മാരെ, are you the vessel of the Lord Jesus Christ? നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു പാത്രമാണോ? Are you being used by him? നിങ്ങളെ അവൻ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? Paul, the Lord Jesus says about Paul,
പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് കർത്താവ് പറയുന്നത് His chosen vessel. അവൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്. He's going to suffer. He's going to preach before the Gentiles and the kings. അവൻ രാജാക്കന്മാരുടെ മുമ്പിലും ജാതികളുടെ മുമ്പിലും പ്രസംഗിക്കാനായിട്ട് പോകുന്നു. And he has to suffer. അവൻ കഷ്ടപ്പെടാനായിട്ട് പോകുന്നു. Because he has to become a purified vessel. കാരണം അവൻ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു പാത്രമാകേണ്ടിയിരിക്കുന്നു. That's why the Lord allowed sufferings in his life. അതുകൊണ്ടാണ് ദൈവം അവന്റെ ജീവിതത്തിൽ കഷ്ടത അനുവദിച്ചത്. Secondly, രണ്ടാമതായി his sufferings. അവന്റെ കഷ്ടതകള്, You see, he tortured so many Christians before his conversion. അവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ അനേക ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനാണ്. Many people were murdered by him. അവൻ അവനെ കൊന്നുകളഞ്ഞു. The churches were restless. അനേക സഭകള് നശിപ്പിക്കപ്പെട്ടു. But now, through the suffering which he obtained, എന്നാൽ ഇപ്പോൾ അവന് ലഭിച്ച ആ കഷ്ടതയിലൂടെ he could understand how much the people of God suffered through him. ദൈവമക്കൾ അനേകര് തന്നിലൂടെ എങ്ങനെ കഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടി. In order to teach Paul, the Lord allowed sufferings. പൗലോസിനെ അത് പഠിപ്പിക്കാനായിട്ട് കർത്താവ് കഷ്ടത അനുവദിച്ചു കൊടുത്തു. Without purpose, God does not do anything in our life. ഒരു ലക്ഷ്യമില്ലാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. Dear brother, sister, you may be wondering why the Lord allowed all these things. പലപ്പോഴും പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്തുകൊണ്ട് ദൈവം ഇതൊക്കെ അനുവദിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. Why there is a problem in my life? എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രശ്നം? Why there is a problem in the family? എന്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം? Why there is a problem in the job, in the service where I am doing my job? ഞാൻ എന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം? Remember, there is a purpose. ഓർക്കുക, ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. In Andhra Pradesh, ആന്ധ്രാപ്രദേശില് many years ago, അനേക വർഷങ്ങൾക്ക് മുമ്പ് there was a collector. ഒരു കളക്ടർ ഉണ്ടായിരുന്നു. He was a man of God. അദ്ദേഹം കർത്താവിന്റെ ഒരു മകനായിരുന്നു. Wherever he went, അവന് പോയിടത്തൊക്കെ through his testimony, assemblies were established. അവന്റെ സാക്ഷ്യത്തിലൂടെ തന്നെ അനേക സഭകൾ സ്ഥാപിക്കപ്പെട്ടു. And he was saved through Silas Fox. സൈലസ് ഫോക്സ് എന്ന് പറയുന്ന മിഷണറിയുടെ മുഖാന്തരമാണ് അവൻ രക്ഷിക്കപ്പെടാനിടയായത്. One day, ഒരു ദിവസം his wife wanted that he should not go to the assembly. അവന്റെ ഭാര്യ അവനോട് സഭയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു. Because she was not a believer. അവള് ഒരു വിശ്വാസി ആയിരുന്നില്ല. So once when the collector came after taking bath on Sunday, on Sunday after taking bath, collector came to change his dress. ഒരു ദിവസം കുളിച്ചതിന് ശേഷം വസ്ത്രം ധരിക്കാനായിട്ട് ഒരു ഞായറാഴ്ച രാവിലെ കളക്ടർ എത്തിയപ്പോൾ So he asked the dress to his wife. Dress. വസ്ത്രത്തിനായിട്ട് ഭാര്യയോട് ചോദിച്ചു. I think I did not have his teeth. That's why you are having problem in translation. No. Actually, the sound is not reaching. Okay. There is no feedback. Yeah. Okay. So his wife said, ഭാര്യ പറഞ്ഞു, sir, washerman did not bring the clothes. തുണി അലക്കുന്നവന് വസ്ത്രം തിരിച്ചുകൊണ്ട് തന്നില്ല എന്ന്. He understood his wife is disturbing him for going for that. അപ്പോഴ് ഈ കളക്ടർക്ക് മനസ്സിലായി തന്റെ ഭാര്യ താൻ പോകാതിരിക്കാനുള്ള സൂത്രങ്ങൾ ചെയ്യുന്നതാണെന്ന്. If you and I were in that place, what you would have done? നമ്മൾ ആ സ്ഥാനത്തായിരുന്നു, നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? I should have beaten my wife. ഭാര്യയ്ക്ക് അടി കൊടുത്തേനേം. That's what we would have done. നമ്മളാന്നേലും അങ്ങനെയൊക്കെ ചെയ്തേനേം. Well, without admitting, I also would have done the same. ഞാനായിരുന്നേലും ചിലപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് വന്നേനേം. Do you know what collector did? അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാമോ? He's a district collector. അദ്ദേഹം ഒരു ജില്ലാ കളക്ടറാണ്. Tied the towel. അദ്ദേഹം ടവൽ എടുത്തു. Went to the assembly hall. അസംബ്ലിയിലേക്ക് പോയി. Elder was watching him. എൽഡർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Then he came outside and met the collector and said, "Brother, why you are tying the towel?" അപ്പം മൂപ്പന് ഇറങ്ങി വന്ന് ചോദിച്ചു, നീ എന്നാ ഇങ്ങനെ ടവൽ എടുത്തോണ്ട് വന്നിരിക്കുന്നതെന്ന്. My wife wanted to stop him for going for the worship. അപ്പം ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ ആരാധനയ്ക്ക് വരാതിരിക്കാൻ തടയാൻ ശ്രമിച്ചു. And she said, no cloth is there. The washerman has not brought it. അവർ പറഞ്ഞു, അലക്കുകാരൻ തുണി കൊണ്ട് തന്നില്ല, അതുകൊണ്ട് ഡ്രസ്സില്ല എന്ന് പറഞ്ഞു. So I wanted to attend the worship service. That's why I'm tying the towel. എന്നാൽ എനിക്ക് ആരാധനയ്ക്ക് വരണമെന്ന് നിർബന്ധമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ടവൽ എടുത്തോണ്ട് വന്നത്. Then the elderly brother took him to his house. ആ മൂപ്പനായ സഹോദരൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. Gave him clothes. അവന് തുണിയൊക്കെ കൊടുത്തു. And he wore and started worshiping the service. അങ്ങനെ അവര് തിരിച്ചു വന്ന് ആരാധന ആരംഭിച്ചു. Now after 6 months, 6 മാസം കഴിഞ്ഞ് his wife was admitted in the hospital.
അവന്റെ ഭാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ഇടയായി. Silas Fox once again came to visit his wife. സൈലസ് ഫോക്സ് ആ സ്ത്രീയെ സന്ദർശിക്കാനായിട്ട് എത്തി. He shared the gospel. അദ്ദേഹം സുവിശേഷം പങ്കുവച്ചു. She committed her life. അവളുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചു. And she said to her husband, ഭർത്താവിനോട് അവരിങ്ങനെ പറഞ്ഞു, before 6 months, 6 മാസം മുമ്പേ, I only wanted to stop you for going for the worship. താങ്കള് ആരാധനയ്ക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിച്ചത് ഞാനാണ്. But you, even though I stopped, you went. ഞാൻ തടഞ്ഞെങ്കിലും താങ്കൾ പോയി. But now, എന്നാൽ ഇപ്പോൾ, as you have accepted Christ as your Savior, താങ്കൾ യേശുക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവായിട്ട് അംഗീകരിച്ചതുപോലെ, now I also have become His possession. ഞാനും ഇതാ അവന്റേതായി തീർന്നിരിക്കുന്നു. So let us go together for the worship. നമുക്ക് ഒരുമിച്ച് ആരാധനയ്ക്ക് പോകാം. See how wonderfully the Lord did. കർത്താവ് എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കുക. There was one brother, elderly brother in Dindigul assembly. ഡിണ്ടുഗൽ അസംബ്ലിയിലുള്ള ഒരു മുതിർന്ന സഹോദരനുണ്ടായിരുന്നു. Brother ക്രിസ്റ്റഫർ എന്നായിരുന്നു he അദ്ദേഹത്തിന്റെ was a station superintendent. അദ്ദേഹം ഒരു സ്റ്റേഷൻ സൂപ്രണ്ടന്റ്, He was an elder of the assembly. സഭയിലെ ഒരു മൂപ്പനുമായിരുന്നു. But his wife was not saved. അദ്ദേഹത്തിന്റെയും ഭാര്യ രക്ഷിക്കപ്പെട്ടവളായിരുന്നില്ല. And when he wanted to go for the worship, അവര് ആരാധനയ്ക്ക് പോകാനായിട്ട് അദ്ദേഹം ശ്രമിച്ചപ്പോഴ് his wife used to spat on his head അദ്ദേഹത്തെ തുപ്പാറുണ്ടായിരുന്നു. and said, hey, go and cook the food. നിങ്ങൾ പോയി ആഹാരം പാകം ചെയ്യാൻ Don't പറയുമായിരുന്നു. go to the assembly. സഭയിലേക്ക് പോകരുതെന്ന് She പറയുമായിരുന്നു. was a teacher. അവരൊരു ടീച്ചറായിരുന്നു. You see, station master, Christopher was a station superintendent. ക്രിസ്റ്റഫർ സഹോദരനാണെങ്കിൽ ഒരു സ്റ്റേഷൻ സൂപ്രണ്ടായിരുന്നു. He used to cry and come to the assembly and report all these things. അദ്ദേഹം കരയുകയും സഭയിലേക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. He was praying. We all were praying. അപ്പോഴേ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. After retirement, റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട്, before her death, മരണത്തിനു മുമ്പേ she accepted Christ as Savior. അവര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. Dear brother and sister, പ്രിയ സഹോദരി സഹോദരന്മാരെ, without purpose, ഒരു ലക്ഷ്യവുമില്ലാതെ God does not allow anything in your life or in my life. നിങ്ങളുടെയോ എന്റെയോ ജീവിതത്തിൽ കർത്താവ് ഒരു കാര്യവും അനുവദിക്കുന്നില്ല. There may be a question may be arising in your life. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. Why the Lord has allowed all these things? കർത്താവ് എന്തുകൊണ്ടാണ് ഇതെല്ലാം അനുവദിച്ചത് എന്ന് ചിന്തിച്ചേക്കാം. Yes, there is a purpose. അതിന് ഒരു ലക്ഷ്യമുണ്ട്. Christopher suffered. ക്രിസ്റ്റഫർ കഷ്ടം അനുഭവിച്ചു. Because of this, his wife later came to the Lord. അതുകൊണ്ട് ഭാര്യ കർത്താവിലേക്ക് വന്നു. Dear brethren, പ്രിയ സഹോദരി സഹോദരന്മാരെ, Christianity is not an easy life. ക്രിസ്തീയ ജീവിതം വളരെ എളുപ്പമുള്ള ഒരു ജീവിതമല്ല. It's not a theoretical life. അതൊരു താത്വികമായ ജീവിതമല്ല. It's a practical life. അതൊരു പ്രായോഗിക ജീവിതം തന്നെയാണ്. We have to experience day by day. അത് നമ്മൾ ദിവസം തോറും അനുഭവിക്കേണ്ടതാണ്. Through so many ways, the Lord will use you for His own glory. കർത്താവിന്റെ മഹത്വത്തിനായിട്ട് വിവിധ മാർഗങ്ങളിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കും. The question is, ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, have you committed to be His vessel? കർത്താവിന്റെ പാത്രമാകുവാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നുവോ? One question may arise. ഒരു ചോദ്യം വന്നേക്കാം. For God's servants, കർത്താവിന്റെ വേലക്കാർക്ക്, for believers, വിശ്വാസികൾക്ക്, before their death, അവരുടെ മരണത്തിനു മുമ്പേ they suffer a lot. I mean, they got so many problems in their അവർക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നു. so many diseases. അനേക രോഗങ്ങള്. Why the Lord allows? എന്തുകൊണ്ട് ദൈവം അതൊക്കെ അനുവദിക്കുന്നു? To purify them as a beautiful vessel. അവരെ ഒരു നല്ല പാത്രമായി ശുദ്ധീകരിച്ചെടുക്കാനായിട്ട്. To make them a golden vessel in heaven. അവരെ ഒരു സ്വർഗ്ഗത്തിലെ സുവർണ്ണ പാത്രമാക്കി മാറ്റിയെടുക്കാൻ. A perfect vessel. ഒരു പൂർണ്ണ പാത്രമായിട്ട്. That's why He allows all the problems. അതുകൊണ്ടാണ് അനേക പ്രശ്നങ്ങൾ ദൈവം അനുവദിക്കുന്നത്. My mother-in-law is 98 years. ആ സഹോദരന്റെ ഭാര്യ മാതാവ് 98 വയസ്സുള്ള ആളാണ്. She is not able to eat properly. She is not able to eat properly. ഒന്നും ശരിക്ക് കഴിക്കാനായിട്ട് തനിക്ക് കഴിയുന്നില്ല. Even water does not go into her stomach. വെള്ളം ഉള്ളിലേക്ക് എടുക്കാനായിട്ട് കഴിയുന്നില്ല. But she is a believer. അത് അമ്മച്ചി ഒരു വിശ്വാസിയാണ്. She is ready to die at any time. മരിക്കാനായിട്ട് എപ്പോഴും തയ്യാറാണ്. See, people of God may sometimes the Lord allows sickness in their lives. പലപ്പോഴും വിശ്വാസികളായിട്ടുള്ളവരുടെ ജീവിതത്തിൽ കർത്താവ് ഇതുപോലുള്ള അവസരങ്ങൾ അനുവദിക്കും. To be found a perfect and
golden vessel in heaven. അത് സ്വർഗത്തിലെ ഒരു സുവർണ പാത്രമായി പൂർണ്ണ പാത്രമായി തീരാനായിട്ടാണ്. So likewise, my dear brethren, അതുപോലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, whatever the Lord allows in your life, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തനുവദിക്കുന്നുവോ just say thank you Lord for allowing this, കർത്താവിനോട് പറയുക, കർത്താവേ നിനക്ക് നന്ദി എന്ന്. because we are his slaves. നമ്മൾ കർത്താവിന്റെ അടിമകളാണ്. He is our master. കർത്താവ് നമ്മുടെ യജമാനാണ്. He knows how to use us. നമ്മളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കർത്താവിന് അറിയാം. He knows what kind of rewards he is going to give. അവൻ ഏതൊക്കെ തരമുള്ള പ്രതിഫലങ്ങളാണ് നമുക്ക് തരാൻ പോകുന്നത്. Nobody will go to heaven in empty hand. നമ്മൾ ആരും ഒഴിഞ്ഞ കൈകളുമായി ദൈവസന്നിധിയിലേക്ക് പോകുന്നില്ല. The Lord is going to give reward. കർത്താവ് നമുക്ക് എല്ലാവർക്കും പ്രതിഫലം നൽകാൻ So according to the deeds what we do here, നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ the Lord will give reward. നമുക്ക് പ്രതിഫലം തരാനായിട്ട് The thing പോകുന്നു. is, are you committed yourself to be the vessel of the Lord? നമ്മൾ കർത്താവിന്റെ പാത്രമായി തീരാൻ നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നുവോ? Lord, wherever I am, കർത്താവേ ഞാൻ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ, whatever condition may be, എൻ്റെ ഞാൻ എങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലായിരിക്കുന്നുവോ, I am your vessel. ഞാൻ നിന്റെ പാത്രമാണ്. Use me for your own glory. കർത്താവേ നിന്റെ മഹത്വത്തിനായിട്ട് എന്നെ ഉപയോഗിക്കണമേ. Through my life, let your name be glorified. എന്റെ ജീവിതത്തിലൂടെ നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ. Through my life, let the people of God be edified. കർത്താവേ എന്റെ ജീവിതത്തിലൂടെ ദൈവജനം വിശുദ്ധീകരിക്കപ്പെടട്ടെ. Through my life, let the people of let heathens be saved. ജാതികളായിട്ടുള്ള ജനങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ കർത്താവിനെ സ്വീകരിക്കാൻ ഇടയാകട്ടെ. That should be the total commitment in our life. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണം. So there are many things I want to say, എനിക്ക് പല കാര്യങ്ങളും പറയണമെന്ന് but ആഗ്രഹമുണ്ടായിരുന്നു. the time is up. സമയമായിരിക്കുന്നു. So I want to conclude. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. But the question is, ചോദ്യം എന്ന് പറയുന്നത്, have you said, Lord, I am your slave? നമ്മൾ കർത്താവിനോട്, കർത്താവേ ഞാൻ അങ്ങയുടെ അടിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? You are my master. നീ എൻ്റെ യജമാനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? I am ready to do anything for you. നീ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? Let your name be glorified through my life. പടൻ Let your name be glorified through my life. അങ്ങയുടെ നാമം എൻ്റെ ജീവിതത്തിലൂടെ മഹിമപ്പെടുമാറാകട്ടെ. May the Lord bless us. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you, Brother Evangelist Singaraj Victor, a great man for God who is doing great ministry for God. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ, അത് നമുക്കൊരു വെല്ലുവിളിയായി തീരുവാൻ ഇടയായി തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ പ്രയാസങ്ങളുടെ മധ്യത്തിലും ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള മിനിസ്ട്രിയുടെ പേരിൽ അകമഴിഞ്ഞ നന്ദി ദൈവനാമത്തിൽ പ്രാർത്ഥനയോടെ അറിയിക്കുന്നു. വീണ്ടും കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്യണം. ദൈവം കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവികമായ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ ദാസന് ദൈവം നൽകുമാറാകട്ടെ. TBFൻ്റെ പേരിലുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ വളരെ അനുഗ്രഹീതമായിട്ട് അത് വിവർത്തനം ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസൻ ജെയിംസ് അങ്കിളിനും ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള ഹൃദയംഗമായ നന്ദി ദൈവനാമത്തിൽ മിനിസ്ട്രിയുടെ പേരിൽ അറിയിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥനയോടെ നമുക്കിന്ന് പിരിഞ്ഞു പോകാം. പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൻ്റെ ദാസൻ ജേക്കബ് അങ്കിളിനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാനായിട്ട് പ്രിയ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ പിതാവുമേ, ഈ സന്ധ്യാസമയം കർത്താവ് നിന്റെ സന്നിധിയിലായിരിക്കാനും കർത്താവ് എൻ്റെ ദാസിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആ സാക്ഷിൻ്റെ കേൾക്കാൻ തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, പ്രയാസത്തിൻ്റെ മധ്യത്തിലും കർത്താവെ നിനക്ക് വേണ്ടി ഈ ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി കർത്താവിൻ്റെ വേല ചെയ്യുവാനും കർത്താവെ കൊടുത്തിരിക്കുന്ന ആ ഉത്സാഹത്തിനും കർത്താവെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ കൊടുത്തിരിക്കുന്ന ആ കഴിവിനായിട്ടെല്ലാം നന്ദി കരയറ്റുന്ന കർത്താവെ, പൗലോസിനെ പോലെ കർത്താവെ നിനക്ക് പ്രയോജനമുള്ള പാത്രങ്ങളായി തീരുവാൻ തക്കവണ്ണം കർത്താവെ കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളും കുറ്റങ്ങളും എല്ലാം കർത്താവിനൊരു പദ്ധതിയുണ്ട്. കർത്താവെ അത് നിറവേറ്റുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ കർത്താവിന് തുറന്നു തരുവാനും കർത്താവെ പൂർണ്ണമായിട്ട് കർത്താവിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ വേലയിലായിരുന്നു കർത്താവെ നിനക്ക് ഫലം കായ്ക്കുന്നവരായി തിരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ, ഈ നല്ല സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവെ നിൻ്റെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും നല്ല പാട്ടുകൾ കേൾപ്പാനും
കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിൽ പങ്കുകാരാകുവാനും എല്ലാം കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് TBF-നെ കർത്താവ് ഈ ദേശത്ത് കർത്താവ് അധികമായിട്ട് ശക്തീകരിക്കണമേ. കർത്താവ് അനേകർ കർത്താവിൻ്റെ വേല സുവിശേഷം കേൾപ്പാനും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാനും തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. കർത്താവെ ഈ ദേശത്തും കർത്താവെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള അന്ധകാരത്തിലായിരിക്കുന്ന അനേകരെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിപ്പാൻ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കർത്താവെ നിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ കർത്താവെ ഞങ്ങൾ വെറും കൈയായിട്ട് വരുവാൻ ഇടവരാതെ കർത്താവെ ദാസൻ പറഞ്ഞ പോലെ കർത്താവെ ഞങ്ങൾ വലിയൊരു കൊള്ള മുതലായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ അധികമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവ് ഇന്ന് വന്നുചേർന്ന് എല്ലാവരും ഞങ്ങൾ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഞങ്ങൾ കരങ്ങൾ സമർപ്പിക്കുന്നു. അധികമായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും ഞങ്ങൾ അനുഭവിക്കട്ടെ. കർത്താവ് എല്ലാവരുടെ ആവശ്യഭാരങ്ങൾ കർത്താവ് കൂടെ ഇരിക്കണമേ. കർത്താവെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. അവർക്കും കർത്താവെ ഈ സന്ധ്യാസമയത്ത് വന്നിരുന്ന് വചനം കേൾപ്പാനെല്ലാം കൊടുത്തിരിക്കുന്ന താല്പര്യത്തിനായി സ്തോത്രം. അവരും കർത്താവിന് വേണ്ടി അവരുടെ യൗവനത്തിൽ തന്നെ ക്രിസ്തുവിനെ അറിയുവാനും കർത്താവിൻ്റെ സേവ ചെയ്യുവാനും കർത്താവിനെ അധികമായിട്ട് അവരുടെ ജീവിതത്തിൽ പ്രകീർത്തിപ്പാനും തക്കമുള്ള കൃപ അവർ കൊടുക്കുമാറാകണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും എല്ലാ നല്ല കാര്യങ്ങൾക്കായിട്ടും കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതി, സ്തോത്രം. സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ കേട്ട എല്ലാ വചനത്തിന്മേലും ആയിരിക്കുന്ന എല്ലാവരുമേലും ഉണ്ടായിരിക്കുമാറാകട്ടെ.